നമസ്കാരം. രുദ്രധാരയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് തമ്പനയിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ഒരു വ്യക്തിയുടെ ഭാഗ്യസംഖ്യയും ആ വ്യക്തി ഉപയോഗിക്കേണ്ട പേഴ്സിൻ്റെ നിറവും, ഇതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലടിക്കണം. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് പോകാം. സാധാരണയായി നമ്മൾ എല്ലാവരും പേഴ്സ് ഉപയോഗിക്കുന്നവരാണ്, സ്ത്രീ പുരുഷ ഭേദമന്യേ. അപ്പോൾ ഉപയോഗിക്കുന്ന ഒരു പേഴ്സിലെ നിറം അതുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. ചിലരുടെ കൈകളിൽ പണം വളരെ അധികം വരാറുണ്ട്, അതുപോലെ പോകാറുണ്ട്, പല ചെലവുകളുടെ നിമിത്തമായിട്ട് പോകാറുണ്ട്. അപ്പോൾ ഇത് ജീവിതമാകുമ്പോൾ വരവും ചിലവും ഉണ്ടാവും, അല്ലേ? ചിലപ്പോൾ വരവ് കൂടി നിൽക്കും, ചിലപ്പോൾ കുറഞ്ഞു നിൽക്കും. വരവും ചിലവും ഒരേപോലെ പോവും, ചിലവ് മാത്രം കൂടും, വരവ് കുറയും. അപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. അപ്പോൾ എന്താണ് ഈ സംഭവം? ഈ ന്യൂമറോളജിയുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇത് പറയുന്നത്. എന്താണ് ഈ സംഖ്യ, ഭാഗ്യസംഖ്യ എന്ന് പറയുന്നത്? ഭാഗ്യസംഖ്യയുമായി ബന്ധപ്പെടുത്തിയാണ് പേഴ്സിൻ്റെ നിറം ഇവിടെ എന്ത് ചെയ്യുന്നത്, നമ്മൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഭാഗ്യസംഖ്യ ആദ്യം നമ്മൾ തിരിച്ചറിയേണ്ടത് നമ്മുടെ ഭാഗ്യസംഖ്യ ഏതാണ്. ഓരോ രാശിക്കാർക്കും ഓരോ ഭാഗ്യസംഖ്യയുണ്ട്, ഓരോ നക്ഷത്രക്കാർക്കും ഓരോ ഭാഗ്യസംഖ്യയുണ്ട്. പക്ഷേ ഈ നമ്പർ പ്രകാരം അല്ലെങ്കിൽ സംഖ്യാശാസ്ത്ര പ്രകാരം ഈ ഭാഗ്യസംഖ്യ എടുക്കുന്നത് നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് പരസ്പരം കാൽക്കുലേറ്റ് ചെയ്താണ് ഇതെടുക്കുന്നത്. ഉദാഹരണമായിട്ട് 13/5/1991 അങ്ങനെ ഒരു ഡേറ്റ് ഓഫ് ബർത്ത് ഉള്ള ഒരാൾക്കാണെങ്കിൽ ആ 13 1ഉം 3ഉം കൂട്ടുക, 5 കൂട്ടുക, അതിൻ്റെ കൂടെ 1991 ആ 1 9 അധികം 9 അധികം 1, അങ്ങനെ ഇത് പരസ്പരം കൂട്ടുക എന്നുള്ളൊരു സംഭവത്തിലൂടെയാണ് ആ അവസാനം കിട്ടുന്ന ആ സംഖ്യയാണ് ഭാഗ്യസംഖ്യ എന്ന് സംഖ്യാശാസ്ത്രത്തിൽ പറയുന്നത്. അത് ഞാൻ എങ്ങനെയാണെന്ന് പറഞ്ഞു തരാം. ജസ്റ്റ് അതിൻ്റെ ഒരു ഡെമോ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. നമ്മളിവിടെ ഒരു ഡെമോയ്ക്ക് വേണ്ടി എടുത്തിട്ടുള്ളത് 13/12/1992 എന്ന് പറയുന്ന ഒരു ഡേറ്റ് ഓഫ് ബർത്താണ്. ആദ്യം വരുന്നത് ദിവസം, രണ്ടാമത് വരുന്നത് മാസം, മൂന്നാമത് വരുന്നത് വർഷം. ഈ ഒരു പാറ്റേൺ ആണ്. അപ്പോൾ ഈ അക്കങ്ങളെ തമ്മിൽ പരസ്പരം കൂട്ടുക എന്നുള്ളതാണ്. ആദ്യം 13 1 + 3, രണ്ടാമത് വരുന്നത് 12 1 + 2, പിന്നീട് വരുന്നത് 1 + 9 + 9 + 2. ഇവയെല്ലാം വീണ്ടും പരസ്പരം കൂട്ടുക. അപ്പോൾ എത്ര കിട്ടി? 28 കിട്ടി. ആ 28നെ വീണ്ടും പരസ്പരം കൂട്ടുന്നു, 2 + 8. അപ്പോൾ അവിടെ എത്ര കിട്ടി? 10 എന്ന് പറയുന്ന ഒരു സംഖ്യ കിട്ടി. അതിനെ വീണ്ടും പരസ്പരം കൂട്ടുന്നു, 1 + 0 എത്രയാണ്? 1. അപ്പോൾ ആ വ്യക്തിയുടെ ന്യൂമറോളജി പ്രകാരം ആ വ്യക്തിയുടെ ഭാഗ്യസംഖ്യ എന്ന് പറയുന്നത് 1. അപ്പോൾ ഇങ്ങനെ നമ്മളുടെയും നിങ്ങൾ ഓരോരുത്തരുടെയും ഭാഗ്യസംഖ്യ നമുക്ക് ഇങ്ങനെ എടുക്കാവുന്നതാണ്. ഈ ഒരു മെത്തേഡിലൂടെ നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു വ്യക്തിയുടെ ആ ഭാഗ്യസംഖ്യ എടുത്തതിന് ശേഷം ആ വ്യക്തി ഉപയോഗിക്കേണ്ട പേഴ്സിൻ്റെ നിറം എന്താണ്? അപ്പോൾ ഈ നിറവും ഇതുമായിട്ടൊക്കെ എന്തെങ്കിലും സമ്പത്തുമായിട്ടൊക്കെ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നൊരു ചോദ്യമുണ്ടോ? എന്ത് പൊട്ടത്തരമായി പറയണമെങ്കിൽ, സാധാരണ വർണ്ണങ്ങൾക്ക് ആകർഷണം വളരെ കൂടുതലായിരിക്കും ചില വർണ്ണങ്ങൾക്ക്. നമുക്കറിയാം, കറുപ്പ് എന്ന് പറയുന്നത്, നമ്മൾ ചൂടുകാലത്ത് കറുത്ത വസ്ത്രം ധരിച്ച് പുറത്തേക്ക് ഇറങ്ങുമ്പോഴുള്ള പ്രത്യേകത എന്താ, അല്ലേ? നമുക്കറിയാം, പറയാൻ തന്നെ അറിയാം. അപ്പോൾ ചിലതിനെ അബ്സോർവ് ചെയ്യാനുള്ള കഴിവ് ഈ വർണ്ണങ്ങൾക്കുണ്ട്, നിറങ്ങൾക്കുണ്ട്. നമുക്ക് ചില വർണ്ണങ്ങൾ കാണുമ്പോൾ ഒരു പ്രത്യേക സൗന്ദര്യം തോന്നും എല്ലാവർക്കും. പക്ഷേ അത് ഒരുപോലെ ആയിരിക്കത്തില്ല തോന്നുന്നത്. ചിലപ്പോൾ എനിക്കിഷ്ടപ്പെടുന്ന ഒരു കളർ എന്ന് പറയുന്നത് ബ്ലാക്ക് ആയിരിക്കും, മറ്റൊരു വ്യക്തിക്ക് ചിലപ്പോൾ ബ്ലാക്ക് ഇഷ്ടമായിരിക്കില്ല, വേറൊരു നിറമായിരിക്കും ഇഷ്ടം. അപ്പോൾ ഓരോന്നിനും അല്ലെങ്കിൽ ഓരോ വർണ്ണങ്ങൾക്കും പ്രത്യേകതയുണ്ട്, അല്ലേ? നമുക്ക് എല്ലാവർക്കും പൊതുവേ കണ്ണിന് സുഖം നൽകുന്ന ഒരു നിറമാണ് മഞ്ഞ എന്ന് പറയുന്നത് പൊതുവേ. പക്ഷേ ഈ മഞ്ഞ വസ്ത്രം ധരിക്കുന്നവർ വളരെ കുറവായിരിക്കാം, അല്ലേ? അപ്പോൾ എന്താണ് ഈ നിറവും പേഴ്സും തമ്മിലുള്ള ബന്ധം നമുക്ക് നോക്കാം, ചെറുതായിട്ടൊന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ഭാഗ്യസംഖ്യ 1 മുതൽ 9 വരെ നമ്മൾ എടുക്കുന്നു. അതിനകത്ത് നമ്മുടെ ഏത് ഭാഗ്യസംഖ്യയാണോ അവർ ഉപയോഗിക്കേണ്ട പേഴ്സ്. ആദ്യം തന്നെ ഈ പേഴ്സ്, നമ്മളൊരു പേഴ്സ് വാങ്ങുമ്പോൾ നമ്മൾ ആ പേഴ്സിനകത്ത് എന്താണ് വയ്ക്കേണ്ടത്? മണി പേഴ്സ് എന്ന് തന്നെയാണ് പറയുന്നത്, അല്ലേ? അപ്പോൾ മണി പേഴ്സിനകത്ത് എന്താ വേണ്ടത്? പണം തന്നെയാണ് വേണ്ടത്.
അപ്പോൾ നമ്മൾ ഈ പേഴ്സ് വാങ്ങുന്നത് നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ പണം സൂക്ഷിക്കുന്നതിന് വേണ്ടി. അപ്പോൾ മൊബിലിറ്റി ഉള്ള സാധനമാണ്. അപ്പോൾ അതിനകത്താണ് നമ്മൾ പണം സൂക്ഷിക്കേണ്ടത്. പണം മാത്രമേ അതിനകത്ത് സൂക്ഷിക്കാൻ പാടുള്ളൂ. പക്ഷേ നമ്മൾ എന്ത് ചെയ്യും? ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ്, ടിക്കറ്റിൻ്റെ ബാലൻസ്, ഹോസ്പിറ്റലിലെ ബില്ല് തുടങ്ങിയ എല്ലാ സാധനങ്ങളും നമ്മൾ ഇതിനകത്ത് നിക്ഷേപിക്കും. അപ്പോൾ അങ്ങനെ ഒരു കാരണവശാലും നിങ്ങൾ ചെയ്യരുത്. ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡൊക്കെ ഉപയോഗിക്കാം, പക്ഷേ അത് കാലഹരണപ്പെട്ടതൊന്നും അതിനകത്ത് വയ്ക്കരുത്. അപ് ടു ഡേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ അതിനകത്ത് വയ്ക്കുക. ചിലപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരാളുടെ ഫോൺ നമ്പറായിരിക്കും, ഇതൊക്കെ നമ്മൾ എഴുതി സൂക്ഷിച്ചൊക്കെ വയ്ക്കാറുണ്ട്. ചില കടയിലെ ബില്ലുകളായിരിക്കും, ഇതൊക്കെ വയ്ക്കും. അപ്പോൾ ഇതെല്ലാം പാടെയും ഒഴിവാക്കുക. ഇതെല്ലാം ഒഴിവാക്കിയിട്ട്, പണ്ടൊക്കെ ഉള്ളവർ കണ്ടിട്ടില്ലേ, ഒരു പേഴ്സ് മേടിക്കുമ്പോൾ അതിനകത്ത് പണ്ടൊക്കെ ചെറിയൊരു കണ്ണാടി പോലൊരു സംഭവമൊക്കെ ഉണ്ടായിരുന്നു അല്ലേ? അതുപോലെ തന്നെ ചിലപ്പോൾ മഹാലക്ഷ്മിയുടെ ചിത്രമൊക്കെ അതിനകത്ത് വയ്ക്കാറുണ്ട്, ചിലർ ദൈവങ്ങളുടെ ഫോട്ടോസൊക്കെ വയ്ക്കാറുണ്ട്. അപ്പോൾ ഇവർ ഉദ്ദേശിക്കുന്ന ഒരു പോസിറ്റീവ് എനർജിയാണ്. അപ്പോൾ ഒരു പേഴ്സിനകത്ത് എപ്പോഴും കൊണ്ടു കിടക്കേണ്ടത് അപ് ടു ഡേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ. ഒന്ന് ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ, പിന്നെ അതുപോലെ തന്നെ പണം, പിന്നെ കോയിൻസിന് വേണ്ടി പ്രത്യേക ഒരു ഭാഗം. ഇത്രയാണ് പ്രധാനമായിട്ടും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം. അപ്പോൾ ചിലരുണ്ട് പൈസ വരാൻ വേണ്ടി അരി പൊതിഞ്ഞിടുന്നവരുണ്ട്, തുളസിയില എടുത്ത്, അതൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ചേക്കാം. തൽക്കാലം നമുക്കതെല്ലാം, അതൊന്നും ശരിയല്ല എന്നല്ല ഞാൻ പറയുന്നത്. അതിനെയൊക്കെ നമ്മൾ തൽക്കാലം മാറ്റി വെച്ചിട്ട് ന്യൂമറോളജി അതുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് പറയുന്നത്. നമുക്ക് ഓരോരുത്തർക്കും ഓരോ വർണ്ണം ഉണ്ടായിരിക്കും അല്ലേ? അല്ലെങ്കിൽ അവരുടെ രാശിയുമായിട്ട് ബന്ധപ്പെട്ട, ഈ രാശിയുമായിട്ട് ബന്ധപ്പെട്ട സംഖ്യയും അതുപോലെ തന്നെ അവരുടെ നക്ഷത്രവുമായി ബന്ധപ്പെട്ട സംഖ്യയും വ്യത്യസ്തമായിരിക്കും. ഈ സംഖ്യാശാസ്ത്രത്തിൽ ഇതൊന്നും ആയിരിക്കത്തില്ല ആ സംഖ്യ. അപ്പോൾ നമ്മളുടെ സംഖ്യ ഏതാണെന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷം അതുമായിട്ട് ബന്ധപ്പെട്ട പേഴ്സ് വാങ്ങാൻ എപ്പോഴും ശ്രമിക്കുക, കൊണ്ടു നടക്കാൻ ശ്രമിക്കുക. എന്തായിരിക്കും അതിൽ നിന്നുള്ള മാറ്റം? നമുക്കെടുക്കാം. ഒന്നാമത്തത് എടുക്കാം. 1 എന്ന് പറയുന്ന ഭാഗ്യസംഖ്യ വരുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അവർ ഉപയോഗിക്കേണ്ട പേഴ്സിൻ്റെ നിറമെന്ന് പറയുന്നത് റെഡാണ്, ചുവപ്പാണ്, ചുവന്ന കളറിലുള്ള പേഴ്സാണ്. അപ്പോൾ ചുവന്ന കളറുള്ള പേഴ്സ് അത് നമ്മൾ സൂചിപ്പിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ നമ്മുടെ സണ്ണിൽ നിന്നും അല്ലെങ്കിൽ സൂര്യനിൽ നിന്നും അതിൻ്റെ ആ ഒരു പോസിറ്റീവ് എനർജിയെ ആംപ്ലിഫൈ ചെയ്യാനുള്ള കഴിവുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ അത് നമ്മളെ എന്ത് ചെയ്യും? സ്വാധീനിക്കും. അപ്പം 1 നമ്പറായിട്ട് വരുന്നൊരു വ്യക്തി ഉപയോഗിക്കേണ്ടത് ചുവപ്പ് കളറിലുള്ള ഒരു പേഴ്സ് ആയിരിക്കണം. ഈ ചുവപ്പ് കളറിലുള്ള പേഴ്സ് ഉപയോഗിക്കുന്നതോടൊപ്പം തന്നെ പറ്റുമെങ്കിൽ കോപ്പർ എന്ന് പറഞ്ഞാൽ ചെമ്പ്, അതിൻ്റെ ഒരു കോയിൻ കിട്ടുമെങ്കിൽ അത് സൂക്ഷിക്കുക. ഇപ്പം കോയിൻ തന്നെ വേണമെന്നില്ല, ചെമ്പ് എന്ത് തന്നെ കിട്ടിയാലും ഒരു ചെറിയ തകിടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് സൂക്ഷിക്കുക. അപ്പോൾ ഇത് എന്താ, ഒരു ധനാകർഷണം അതിലുണ്ടാകുമെന്ന് ഇതിൽ പറയപ്പെടുന്നുണ്ട്. അപ്പോൾ അതാണ് 1 എന്ന് പറയുന്ന നമ്പർ. അടുത്തത് വരുന്നത് 2 ആണ്. 2 നമ്പറായി വരുന്നവർ. അപ്പോൾ എന്താണ് 2 ഭാഗ്യസംഖ്യ? അപ്പോൾ അവരെന്താ ചെയ്യേണ്ടത്? 2 വന്നു. ഇതിവിടെ കാണിക്കുന്നത് അവരുടെ നിറമെന്ന് പറയുന്നത് വൈറ്റാണ്, വെള്ളയാണ്, വെള്ള പേഴ്സ് അല്ലേ? പൊതുവേ നമ്മളങ്ങനെ വെള്ള പേഴ്സ് കണ്ടിട്ടില്ല, പക്ഷെ വാങ്ങാനൊക്കെ കിട്ടും കേട്ടോ. വെള്ള പേഴ്സൊക്കെ നമുക്ക് ഓൺലൈനിലൊക്കെ വാങ്ങാൻ കിട്ടും. അപ്പോൾ ഒരു വെള്ള പേഴ്സ് എടുക്കുക. അപ്പോൾ ആ വെള്ള പേഴ്സിനകത്ത് ഒരു സിൽവർ കോയിനും കൂടെ അതിനകത്ത് വെക്കാൻ പറ്റുമോ നോക്കുക. സിൽവർ കോയിൻ ഇപ്പോൾ സാധാരണ എല്ലാവർക്കും ഒന്നും പറ്റണമെന്നില്ല. സിൽവറിൻ്റെ പേപ്പർ കട്ട് ചെയ്ത് വെച്ചാലും മതി. അപ്പോൾ സിൽവർ പേപ്പറൊക്കെ എന്തായി മേടിക്കാൻ കിട്ടും. അപ്പോൾ അത് കട്ട് ചെയ്ത് വെച്ചിരുന്നാലും മതി. അപ്പോൾ ഇതിവിടെ കാണിക്കുന്നത് ഒരു എന്താണ്, ചന്ദ്രനെയാണ് ഇത് സ്വാധീനിക്കുന്നത്. ഈ ഒരു നിറം എന്ന് പറയുന്നത് ചന്ദ്രൻ്റെ സ്വാധീനം ഉണ്ടാകും എന്നാണ് പറയുന്നത്. അപ്പോൾ അത് യൂസ് ചെയ്യുന്നതോടൊപ്പം തന്നെ നമുക്കൊരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി, അതുപോലെ തന്നെ ഒരു ഇമോഷണൽ സ്റ്റെബിലിറ്റി, ഇതൊക്കെ നമുക്കുണ്ടാവും എന്ന് ഈ പറയുന്ന സംഖ്യാശാസ്ത്രത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ 2 അക്കമായിട്ട് വരുന്ന ഭാഗ്യ സംഖ്യയായിട്ട് വരുന്നവർ ഉപയോഗിക്കേണ്ടത് ഈ പറയുന്ന വെള്ള പേഴ്സാണ്. അത് സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും. അടുത്തത് നമ്പർ 3. അപ്പോൾ എന്താ നമ്പർ 3 വരുന്നവർ ഉപയോഗിക്കേണ്ട നിറം ഏതാണ്? അവർ മഞ്ഞ പേഴ്സാണ് ഉപയോഗിക്കേണ്ടത്. മഞ്ഞ പേഴ്സ്, പ്രത്യേകിച്ച് പെൺകുട്ടികൾ മഞ്ഞ പേഴ്സാണ് ഉപയോഗിക്കേണ്ടത്. ഈ മഞ്ഞ പേഴ്സും നമ്മൾ കണ്ടിട്ടില്ല, പക്ഷേ യാദൃശ്ചികമായിട്ടൊക്കെ നമ്മൾ ചിലരുടെ കയ്യിലൊക്കെ ഇരിക്കുന്ന കാണാം. അപ്പം നമ്മൾ വിചാരിക്കാറുണ്ട് എന്താ ഇവർ ഈ മഞ്ഞയൊക്കെ ഉപയോഗിക്കണേ. അപ്പോൾ ഇതിവിടെ കാണിക്കുന്നത് ഒരു ജൂപ്പിറ്ററിൻ്റെ സ്വാധീനം, അഥവാ വ്യാഴത്തിൻ്റെ സ്വാധീനമാണ്. അപ്പോൾ വ്യാഴത്തിൻ്റെ സ്വാധീനം നമുക്കറിയാം, വ്യാഴഗ്രഹത്തിൻ്റെ പ്രത്യേകതയൊക്കെ നമുക്കറിയാം. അപ്പോൾ എന്തുണ്ടാകും, ഒരു അൾട്ടിമേറ്റ് ഗ്രോത്ത് ആ വ്യക്തിക്ക് ഉണ്ടാവാൻ സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ ഗോൾഡിൻ്റെ ഒരു ഫോയിൽ പേപ്പറൊക്കെ, ഗോൾഡ് കളറുള്ള ഫോയിൽ പേപ്പറൊക്കെ അതിനകത്ത് എടുത്ത് കട്ട് ചെയ്ത് വെച്ചേക്കുക. ഇതിനകത്ത് ഈ പറയുന്ന മഞ്ഞ കളറിലുള്ള പേഴ്സിനകത്ത് ഇത് കട്ട് ചെയ്ത് വെച്ചിരിക്കുക. അപ്പോൾ അതൊക്കെ നമ്മുടെ അത് ട്രയാങ്കുലർ ഷേപ്പിൽ തന്നെ കട്ട് ചെയ്യാൻ ശ്രമിക്കണം. അങ്ങനെ ഒരു ട്രയാങ്കുലർ ഷേപ്പിൽ കട്ട് ചെയ്ത് വേണം ഇതിനകത്ത് വെക്കാൻ. ഇത് ഒരു സെൽഫ് ഗ്രോത്ത് ഒക്കെ ഉണ്ടാകുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അതാണ് നമ്പർ 3 എന്ന് പറയുന്നത്.
ഇനി അടുത്തത് വരുന്നത് നമ്പർ 4 വരുന്നവരുടെ പ്രത്യേകത. നമ്പർ 4 വരുന്നവർ ഉപയോഗിക്കേണ്ട പേഴ്സ് എന്ന് പറയുന്നത് ഒന്നുകിൽ സ്കൈ ബ്ലൂ അല്ലെങ്കിൽ ഗ്രീൻ. ഒന്നുകിൽ സ്കൈ ബ്ലൂ അല്ലെങ്കിൽ ഗ്രീൻ അല്ലേ. നമുക്ക് സുലഭമായിട്ട് കിട്ടുന്ന ഈ 2 കളറാണ്, സ്കൈ ബ്ലൂവും ഗ്രീനും. നമ്പർ 4 വരുന്നവർ. അപ്പോൾ ഇവരെ സ്വാധീനിക്കുന്ന ഒരു അലൈൻ ചെയ്യുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് രാഹുവാണ്. രാഹു. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തൊരു നമുക്ക് ഈ ചെറിയ കുബേരൻ്റെയൊക്കെ ചിത്രം ഉണ്ടല്ലോ, അത് കിട്ടുമെന്നുണ്ടെങ്കിൽ അതും കൂടെ അതിനകത്ത് വെച്ച് കഴിഞ്ഞാൽ കൂടുതലൊരു എഫക്റ്റ് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അതാണ് ഈ പറയുന്ന നമ്പർ 4 എന്ന് പറയുന്നത്. അപ്പോൾ രാഹുവിനെയാണ് അവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ അവരൊന്നുകിൽ സ്കൈ ബ്ലൂ ഉപയോഗിക്കുക അല്ലെങ്കിൽ ഗ്രീൻ ഉപയോഗിക്കുക, ലൈറ്റ് ഗ്രീൻ തന്നെ ഉപയോഗിക്കാൻ ശ്രമിക്കുക. അപ്പോൾ അതൊരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി, അതുപോലെ തന്നെ ഫൈനാൻഷ്യലി ഒരു ഗ്രോത്ത് ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും അല്ലേ. ചിലർ കുബേര യന്ത്രമൊക്കെ മേടിച്ച് വയ്ക്കാറുണ്ട്. അപ്പോൾ അത് കിട്ടിയില്ലെങ്കിൽ കുബേരൻ്റെ ഒരു ചെറിയ ഒരു ചിത്രം കൂടെ വെച്ചാൽ നന്നായിരിക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെ അടുത്ത വരുന്നത് വെച്ചാൽ നമ്പർ 5 ആണ്. നമ്പർ 5 എന്ന് പറയുന്നത് ആ നമ്പർ വരുന്നവർ ഉപയോഗിക്കേണ്ട പേഴ്സിൻ്റെ കളർ എന്ന് പറയുന്നത് ഗ്രീനാണ്. പച്ച കളർ പേഴ്സാണ് 5 നമ്പറായിട്ട് വരുന്നവർ ഉപയോഗിക്കേണ്ടത്. ഈ 5 എന്ന് പറയുന്നത് അവിടെ സൂചിപ്പിക്കുന്നത് മെർക്കുറിയാണ്. മെർക്കുറി എന്താണ്? മെർക്കുറി എന്ന് പറയുന്നത് ബുധനാണ്. അപ്പോൾ അവിടെ നമ്മൾ ഒരു ആ പേഴ്സിനകത്ത് അല്ലെങ്കിൽ ആ ഒരു ഗ്രീൻ പേഴ്സിനകത്ത് പ്രത്യേകിച്ച് മഹാലക്ഷ്മിയുടെയൊക്കെ ചിത്രം കിട്ടുമെങ്കിൽ അത് ഒന്ന് വയ്ക്കാൻ ശ്രമിക്കുക. അത് വെച്ചില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പിന്നെ അതുപോലെ തന്നെ ഇതെന്താണ്, ഒരു ഇൻ്റലക്ച്വൽ കമ്മ്യൂണിക്കേഷനൊക്കെ നമുക്കിതിനെ നമ്മളെ സ്വാധീനിക്കും. ഇൻ്റലക്ച്വലായിട്ട് നമുക്ക് ഒരു വ്യക്തിയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ഫൈനാൻഷ്യലി നമുക്കൊരു സ്റ്റെബിലിറ്റി, ഗ്രോത്ത്, ഇതിനൊക്കെ സഹായിക്കുന്ന ഒരു ഘടകമാണ് ഈ പറയുന്ന 5 എന്ന് പറയുന്ന ഗ്രീൻ പേഴ്സ് എന്ന് പറയുന്നത്. അടുത്തത് വരുന്നത് 6 ആണ്. നമ്പർ 6 ആണ്. നമ്പർ 6 വരുമ്പോൾ അവിടെ ഉപയോഗിക്കേണ്ട പേഴ്സിൻ്റെ നിറമെന്ന് പറയുന്നത് വൈറ്റാണ്. നമ്മൾ 2ൻ്റെ കാര്യം പറഞ്ഞപ്പോഴും വൈറ്റാണ്. നമ്പർ 6ഉം വൈറ്റ് തന്നെയാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഇവിടെ സൂചിപ്പിക്കുന്നത് വീനസിനെയാണ്. വീനസ് നമുക്കറിയാം അല്ലേ, ശുക്രൻ. എന്താണ് ശുക്രൻ്റെ പ്രത്യേകത അല്ലെ? ശുക്രൻ അടിച്ചാൽ എന്നല്ലേ പറയുന്നത്. അപ്പോൾ ശുക്രൻ എന്ന് പറയുന്നത് ഒരു ലക്ഷൂറിയസ് ലൈഫിൻ്റെ പ്രതീകമാണ് അല്ലേ. ആഗ്രഹിക്കുന്ന എന്തും കിട്ടും, ആഗ്രഹിക്കുന്ന എന്ത് സംഭവം നടക്കും എന്നുള്ളതാണ്. അപ്പോൾ അതും നമ്മുടെ പേഴ്സും അല്ലെങ്കിൽ ആ പേഴ്സിനകത്ത് പൈസ ഉണ്ടെങ്കിലല്ലേ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കത്തുള്ളൂ. അപ്പോൾ അത് കിട്ടുമ്പോൾ നമുക്കതിനകത്ത് ഈ പറയുന്ന ഒരു ബ്രാസിൻ്റെ ഒരു കോയിനൊക്കെ കിട്ടുമെന്നുണ്ടെങ്കിൽ അതിനകത്ത് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ എഫക്റ്റീവ് ആയിരിക്കും ഈ പറയുന്ന നമ്പർ 6. ഇനി അടുത്ത വരുന്ന നമ്പർ 7 ആണ്, 7. ഈ 7 എന്ന് പറയുന്നത് വരുന്നത് ഒരു ഒന്നുകിൽ വൈറ്റ് അല്ലെങ്കിൽ ക്രീം കളർ. ഒന്നുകിൽ വൈറ്റ് ഉപയോഗിക്കുക അല്ലെങ്കിൽ ക്രീം കളർ ഉപയോഗിക്കുക. കേതുവാണ് അവരുടെ ഈ പറയുന്ന ആൾ എന്ന് പറയുന്നത്. കേതു എന്ന് പറയുന്നത് നമുക്കറിയാം. അപ്പോൾ എങ്ങനെയാണ് കേതുവിൻ്റെ ഒരു കേതു നമുക്കറിയാം ദോഷം മാത്രമേ ചെയ്യത്തുള്ളൂ, ഇത് മാത്രമേ നമുക്കറിയത്തുള്ളൂ. ദോഷം മാത്രമല്ല നല്ലതുമൊക്കെ നമുക്ക് എന്ത് ചെയ്യാറുണ്ട്, പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അപ്പോൾ അതിൽ നമുക്കൊരു സിൽവർ കോയിൻ കിട്ടുമെന്നുണ്ടെങ്കിൽ അതൊരു സിൽവർ കോയിനും കൂടെ വെച്ച് കഴിഞ്ഞാൽ വളരെ ബെറ്റർ ആയിരിക്കും ഈ പറയുന്ന നമ്പർ 7 എന്ന് പറയുന്നത്. ഇനി അടുത്തത് നമ്പർ 8 അല്ലേ. പൊതുവെ 8 അത്ര നല്ല സംഖ്യ അല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ 8 വരുന്ന കക്ഷി ഈ മീനൻ രാശിക്കാരുടെയൊക്കെ വരുന്നത് 8 വരുന്നത്, പ്രത്യേകിച്ച് ഉത്രട്ടാതിക്കാരുടെയൊക്കെ വരുന്നത് 8ആണ്. അപ്പോൾ ഈ 8 എന്ന് പറയുന്നത് അത്ര നല്ലതല്ലേ. അഷ്ടമം ജ്യോതിഷത്തിൽ തന്നെ 8ാമത്തെ ഭാവം എന്ന് പറയുന്നത് അമൃത്യു ഭാവമാണ്. അപ്പോൾ 8 കൃഷ്ണൻ്റെ കാര്യം തന്നെ എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയില്ല, 8ൻ്റെ ആളായിരുന്നു പുള്ളി. അപ്പോൾ 8 വരുന്നവർ ഉപയോഗിക്കേണ്ടത് അവരുടെ ആ സ്വാധീനം വരുന്നത് സാറ്റൺ അഥവാ ശനിയുടെ ഒരു സ്വാധീനം അവിടെ ഉണ്ടാവും. അപ്പോൾ അതിന് ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത് ബ്ലൂ കളർ പേഴ്സാണ്. ബ്ലൂ നല്ല നീല കളർ, ഇച്ചിരി ഡാർക്ക് നീലയായാലും കുഴപ്പമൊന്നുമില്ല. ആ നീല കളർ പേഴ്സ് ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക. അതിനകത്തൊരു മഹാലക്ഷ്മിയുടെ യന്ത്രം കിട്ടുമെങ്കിൽ അതല്ല എന്നുണ്ടെങ്കിൽ ഒരു മഹാലക്ഷ്മിയുടെ ചിത്രം അല്ലെങ്കിൽ ധനലക്ഷ്മിയുടെ ചിത്രമൊക്കെ ഒന്ന് വയ്ക്കുന്നത് നന്നായിരിക്കും. നമുക്ക് കാണാൻ വേണ്ടി മാത്രം വയ്ക്കുന്നത്, മറ്റുള്ളവരെ കാണിക്കണമെന്നില്ല, നമുക്ക് കാണാൻ വേണ്ടി മാത്രം വയ്ക്കുന്നതൊക്കെ നന്നായിരിക്കും. ആ ഒരു പ്രോസ്പെരിറ്റിയൊക്കെ നമുക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഒരു പോസിറ്റീവ് എനർജി എപ്പോഴും അതിനകത്ത് പണം വന്ന് നിറയാനുള്ള ഒരു പോസിറ്റീവ് എനർജി. പിന്നെ അതുപോലെ തന്നെ 9ാമത്തെ ഏറ്റവും അവസാനത്തത് 9 അവർ ഉപയോഗിക്കേണ്ടത് ഓറഞ്ച് കളറിലുള്ള പേഴ്സാണ്. ഓറഞ്ച് കളറിലുള്ള പേഴ്സൊക്കെ സ്വാഭാവികമായിട്ട് നമ്മൾ കാണാറുള്ളതാണല്ലേ. അപ്പോൾ ഓറഞ്ച് കളറിലുള്ള പേഴ്സ് അത് എന്ന് പറയുന്നത് ചൊവ്വയുടെ സ്വാധീനമാണ്. മാർസ് അഥവാ ചൊവ്വയുടെ സ്വാധീനമാണ്. അപ്പോൾ അവിടെ നമ്മൾ അതിനകത്തൊരു ബ്രാസ് കോയിൻ കിട്ടുമെന്നുണ്ടെങ്കിൽ അതിനകത്തുള്ളിൽ സൂക്ഷിക്കുക.
അപ്പോൾ അവർ ഓറഞ്ച് കളർ 9 നമ്പർ 9 വരുന്നത് ഓറഞ്ച് കളർ ഉപയോഗിക്കുക. അവർക്ക് ഈ പറഞ്ഞ പോലെ ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ടാകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ ധനത്തിൻ്റെ ഒരു ഫ്ലോ, ഒരു കണ്ടിന്യൂസ് ഫ്ലോ അല്ലെങ്കിൽ ഫ്രീക്വൻ്റ് ആയിട്ടുള്ളൊരു ഫ്ലോ നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കും. ചിലവുകൾ കുറയും, വരവ് കൂടുകയും ചിലവ് കുറയുകയും ചെയ്യും. അപ്പോഴാണല്ലോ കയ്യിൽ പൈസ നിൽക്കുന്നത്. ചിലരെ സംബന്ധിച്ചുകൊണ്ട് വരവില്ല, എന്നാൽ ചിലവ് അധികം വരുന്നവരുണ്ട്, ചിലർ വരവും ചിലവും കുറഞ്ഞുള്ളവരുണ്ട് അല്ലേ. അപ്പോൾ ഇതൊക്കെയാണ് എങ്കിൽ ഞാൻ ഈ പറയുന്നതെങ്കിലും പണിയെടുക്കണം. ഈ പണിയെടുത്തെങ്കിൽ മാത്രമേ ഈ പറഞ്ഞ പോലെ നമുക്ക് പൈസ എന്തെടുത്തുള്ളൂ വരത്തുള്ളൂ. അപ്പോൾ ഈ വരുന്ന പൈസയെ സേവ് ചെയ്യുക. അപ്പോൾ അത് കൂടുതൽ പോകരുത്. നമുക്ക് മനുഷ്യനാണ്, ചിലവുകൾ അധികം ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും അല്ലേ. ഒരു അസുഖം വന്നാൽ മതി, കഴിഞ്ഞില്ലേ. കയ്യിൽ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വെച്ചിരിക്കുന്ന പൈസ ആയിരിക്കും നമ്മൾ എന്തെങ്കിലും മറ്റൊരു രീതിയിലേക്ക് ചിലവാക്കി. നല്ല കുഞ്ഞുങ്ങളുടെ പഠനത്തിന് വേണ്ടിയിട്ട് വെച്ചിരിക്കുന്ന ഒരു പണമായിരിക്കും മറ്റേതെങ്കിലും രീതി പോകും. നല്ല ആർക്കെങ്കിലും കടമായിട്ട് പോകുന്നു അല്ല, എന്ത് സംഭവിക്കാം. സമ്പത്ത് നഷ്ടപ്പെടുന്ന എന്താ, നിമിഷങ്ങൾ മതി എന്നുള്ളതാണ്. അതുപോലെ തന്നെയാണ് വരുന്നത്. ചിലരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിന്തിക്കാതിരിക്കുന്ന സമയത്തായിരിക്കും, എവിടെ നിന്നാണെന്ന് അറിയില്ല, കൃത്യമായിട്ട് ക്യാഷ് കയറി വരും. പക്ഷേ ഒരു ലക്ഷൂറിയസ് ലൈഫൊന്നും പറ്റില്ലായിരിക്കും ചിലർക്ക് കാര്യങ്ങളൊക്കെ നടന്നു പോകും. ചിലർക്കാണെങ്കിൽ ലക്ഷൂറിയസ് ലൈഫ് എന്ത് ചെയ്യാൻ പറ്റും, മോൾഡ് ചെയ്തെടുക്കാൻ പറ്റും. പക്ഷേ ദീർഘകാലം നിലനിൽക്കാത്ത ഒരവസ്ഥയുണ്ടാകും. അപ്പോൾ ഓരോരുത്തർക്കും എന്താ പറയുന്നത്, ഈ ലൈഫ് എന്ന് പറയുന്നത് തന്നെ ഒരു ഫ്ലക്ച്വേഷൻ ആണല്ലോ. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതെല്ലാം എന്ന് പറയുന്നത് എന്താണ്, ഒരു വിശ്വാസത്തിന് പുറത്താണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് 10 പൈസയുടെ നഷ്ടം വരുന്നില്ല. നമ്മൾ ഈ ചെയ്യുന്നുണ്ട്. നമുക്കെല്ലാവർക്കും പേഴ്സ് ഉള്ളവരാണ്. ഉള്ളവർ അത് തന്നെ ഉപയോഗിച്ചോളൂ. പക്ഷേ മാറ്റാൻ ആഗ്രഹമുള്ളവർ ഒന്ന് മാറ്റി നോക്കുക, എന്തെങ്കിലും മാറ്റം ഉണ്ടാവുമോ എന്നൊന്ന് ശ്രദ്ധിക്കാം നമുക്ക് അല്ലേ. നമുക്കൊന്നും ആർക്കും 10 പൈസയുടെ നഷ്ടം വരുന്ന കാര്യമല്ല. ഇനിയിപ്പോൾ ഉള്ള പേഴ്സ് വലിച്ചെറിയണമെന്നല്ല ഞാൻ ഈ പറയുന്നത്. ഒന്ന് മാറ്റി നോക്കാം അല്ലേ, എന്തെങ്കിലും ഒരു പോസിറ്റീവ് എനർജി നമ്മളിലേക്ക് ആകർഷിക്കുന്നുണ്ടോ എന്നുള്ളത്. അപ്പോൾ ഇതെല്ലാം ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ മനുഷ്യൻ മറ്റ് മൃഗങ്ങളുമൊക്കെ ആയിട്ട് എന്താ മനുഷ്യനെ വ്യത്യസ്തനാക്കുന്ന ഒരു ഘടകം, ഒരുപാടുണ്ട്, ഒന്നെന്ന് പറയുന്നത് നമ്മുടെ വിശ്വാസങ്ങളാണ്. അപ്പോൾ അത് ഇപ്പോൾ വിശ്വാസത്തിൻ്റെ പുറത്ത് നമ്മളിപ്പോൾ എന്താണ്, രാവിലെ എഴുന്നേറ്റ് സ്നാനാദി കർമ്മങ്ങളെല്ലാം കഴിഞ്ഞിട്ട് പ്രാർത്ഥനയും കഴിഞ്ഞിട്ട് നമ്മൾ ആ ദൈനംദിന കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ അത് പ്രാർത്ഥന നടത്തുന്നത് പോലും നമ്മുടെ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടിയായിരിക്കും. പക്ഷെ അത് 21 ദിവസം നമ്മൾ നടത്തി കഴിയുമ്പോൾ അത് നമ്മുടെ ഒരു സ്വഭാവമായിട്ടങ്ങ് മാറും അല്ലേ. അപ്പോൾ ആ വ്യക്തിക്ക് എന്താണ്, ഒരു ബെറ്റർ ലൈഫ് അയാൾക്കുണ്ടാകും എന്നുള്ളതാണ്. അല്ലാതെ 11 മണി വരെ കിടന്നുറങ്ങിയ ഒരു വ്യക്തി ലൈഫിൽ അല്ലെങ്കിൽ ജീവിതത്തിൽ വിജയിച്ച ചരിത്രമില്ല അല്ലേ. കാലത്തെ എണീക്കുന്നവനെ രക്ഷപ്പെട്ടിട്ടുള്ളൂ. കാലത്തിൽ എന്ന് പറഞ്ഞാൽ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് തന്നെ. അപ്പോൾ അതും ഒരു വിശ്വാസത്തിൻ്റെ പുറത്താണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി അത്. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ ഈ വിശ്വാസവും ഇതൊക്കെ നമ്മളൊന്ന് ചെയ്ത് നോക്കുമ്പോൾ എന്താ ലൈഫിൽ എന്തെങ്കിലും ഒരു ചെറിയ 1% ചേഞ്ച് മതി. ഇന്നലെ വരെ കിട്ടിക്കൊണ്ടിരുന്ന പൈസയ്ക്കകത്തുനിന്ന് 1% വർധനമെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ അത് നമ്മളുടെ ഓരോരുത്തരുടെ വിജയമല്ലേ. അപ്പോൾ അത് നമുക്ക് സേവ് ചെയ്യാൻ സാധിച്ചാൽ, കിട്ടുന്ന പണം 1% നമുക്ക് നാളത്തേക്ക് ഒന്ന് സേവ് ചെയ്യാൻ സാധിച്ചാൽ അത് വലിയ കാര്യമാണ്. അപ്പോൾ അതിന് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, ഈ ചെറിയ ചെറിയ പൊടിക്കൈകൾ ഒരു കാരണമാവുമെങ്കിൽ നല്ലതല്ലേ. സോ അപ്പോൾ എല്ലാവർക്കും ഇതൊന്ന് പരീക്ഷിക്കുക. ഇഷ്ടമായെങ്കിൽ ഇതെന്ത് ചെയ്യുക, ആദ്യമായിട്ടൊക്കെ കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലടിക്കണം, ലൈക്ക് ഷെയർ ഈ പരിപാടിയൊക്കെ ചെയ്യണം കേട്ടോ, ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ. അപ്പോൾ എല്ലാവർക്കും നന്മയും നല്ലതൊക്കെ വരട്ടെ. അപ്പോൾ ഇനി ഒരു അടുത്ത വീഡിയോയ്ക്കകത്ത് ഇപ്പം ഇത് ഒരാളിങ്ങനെ പറയുന്നത് കമൻറ്റിനകത്ത് ഇങ്ങനെ പറഞ്ഞത് കണ്ടുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്, പേഴ്സിനെ കുറിച്ചൊന്ന് പറയാമോ എന്നുള്ളത്. അപ്പോൾ പക്ഷേ ഈ സംഖ്യയുടെ കാര്യത്തിൽ ഞാൻ പറയാം, ഇത് സംഖ്യാശാസ്ത്രപ്രകാരമാണ് ഞാൻ ഈ സംഖ്യ പറഞ്ഞത്. അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം. അതല്ല രാശിപരമായിട്ടാണെങ്കിൽ സംഖ്യ മാറും, നക്ഷത്രപരമായിട്ടാണെങ്കിൽ സംഖ്യ മാറും. അപ്പോൾ ഇത് സംഖ്യാപരമായിട്ടാകുമ്പോൾ, സംഖ്യാശാസ്ത്രം ആകുമ്പോൾ ജാതി മത ഭേദമന്യേ എല്ലാവർക്കും എന്താണ് ആ സംഖ്യാശാസ്ത്രമായിട്ട് ബന്ധപ്പെട്ട ആ സംഖ്യ എടുത്ത് ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ ചിലപ്പോൾ മറ്റ് മതസ്ഥർക്കൊക്കെ ഈ പറയുന്ന എന്താണ് നാളെന്നോ അല്ലെങ്കിൽ ചിലപ്പോൾ ആ രാശി അതൊന്നും അറിയാൻ സാധ്യതയുണ്ടാവില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ടാണ് ഈ പൊതുവേ ഞാൻ ഈ ഒരു സംഭവത്തെക്കുറിച്ച് പറയാനുള്ള കാരണം. അപ്പോൾ എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ. കേട്ടിരുന്ന എല്ലാവർക്കും ക്ഷമയോടെ ഇത് മൊത്തത്തിൽ കേട്ടിട്ടുള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ നല്ലതുണ്ടാവട്ടെ. അപ്പോൾ ഇനിയും പുതിയ പുതിയ സംഭവങ്ങളുമായിട്ടൊക്കെ കാണാം. നന്ദി, നമസ്കാരം.